ഇന്ന് മഹാശിവരാത്രി. ആലുവ മണപ്പുറത്ത് ബലിതർപ്പണ ചടങ്ങുകൾ ഔദ്യോഗികമായി തുടക്കം കുറിക്കുക. രാത്രിയാണെങ്കിലും പുലർച്ചെ മുതൽ തന്നെ ആളുകൾ എത്തി തുടങ്ങി. നാളെ ഉച്ചവരെ ആയിരങ്ങൾ തർപ്പണം നടത്തും. ഡാനി പോൾ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. ഡാനി, ആലുവ മണപ്പുറം നമുക്കറിയാം വൈശിഷ്ട്യമായ സ്ഥലമാണ്. അവിടെ അനവധി ആയിരക്കണക്കിന് ആളുകൾ എത്തി ബലിതർപ്പണം നടത്തി മടങ്ങാറുണ്ട്. ഒപ്പം ശിവരാത്രി ആഘോഷവും അവിടെ വലിയ ആചാരപൂർവ്വം നടത്തുന്ന ഒരു സ്ഥലം കൂടിയാണ്. എന്തൊക്കെയാണ് ഇപ്പോൾ അവിടുത്തെ കാഴ്ചകൾ? രാവിലെ മുതൽ തന്നെ വലിയ തിരക്കാണെന്ന് തോന്നുന്നു, അല്ലേ? രഞ്ജിത്ത്, ഒരു തിരക്കിലേക്ക് ഈ ദിവസങ്ങളിലെ ഒരു വലിയ തിരക്കിലേക്ക് ആലുവ ക്ഷേത്ര പരിസരവും മണപ്പുറവും എല്ലാം തന്നെ മാറുകയാണ്. ഇന്ന് രാത്രിയാണ് ശിവരാത്രി വിളക്ക്. അത് ഔദ്യോഗികമായ ഈ തർപ്പണ ചടങ്ങുകൾക്കടക്കം ഈ ശിവരാത്രിയോടനുബന്ധിച്ചുള്ള തർപ്പണ ചടങ്ങുകൾക്ക് ഇന്ന് രാത്രിയോടുകൂടിയാണ്, ശിവരാത്രി വിളക്കോടുകൂടിയാണ് തുടക്കമാകുന്നത്. ഇവിടെ ആലുവ മഹാദേവ ക്ഷേത്രത്തിൽ അതിനുള്ള ചടങ്ങുകളും കാര്യങ്ങളും എല്ലാം തന്നെ ക്രമീകരിച്ചിരിക്കും. നമ്മൾ അതിന് സമീപമുള്ള മണപ്പുറത്തെ ബലിതർപ്പണ ചടങ്ങുകൾക്കാണ് സമീപമാണ് നിൽക്കുന്നത്. ഇവിടെ ഇന്ന് പുലർച്ചെ മുതൽ തന്നെ ഇവിടേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് രാത്രിയോടുകൂടി ആകുമ്പോൾ, ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും തന്നെ അതിൻ്റെ ഒരു തിരക്കിൻ്റെ വലിയ ഒരു പാരമ്യതയിലേക്കെല്ലാം തന്നെ എത്തുകയും ചെയ്യും. ഇന്ന് രാത്രി ശിവരാത്രി വിളക്കും പൂജയും എല്ലാം ആവുന്നതോടുകൂടി മഹാശിവരാത്രിയുടെ ഒരു ചൈതന്യത്തിലേക്കെല്ലാം തന്നെ ഈ പരിസരവും എല്ലാം തന്നെ മാറും. നിരവധിയായ ആളുകൾ വിവിധ ദേശങ്ങളിൽ നിന്നായി ഇവിടേക്ക് പിതൃമോക്ഷ ചടങ്ങുകൾക്ക് ശിവരാത്രി ദിവസങ്ങളിൽ ആലുവ മഹാദേവ ക്ഷേത്ര പരിസരത്തേക്ക് എത്തുന്നത് വളരെ നാളുകളായുള്ള ഒരു വഴക്കവും പരിചയവും എല്ലാം തന്നെയാണ്. ഇവിടെ പെരിയാറിൻ്റെ തീരത്ത് അതിനു വേണ്ടിയായുള്ള തർപ്പണ ചടങ്ങുകൾക്ക് വേണ്ടി വെള്ളിത്തറകളെല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നു.